അപ്പോൾ ക്രമീകരണങ്ങളിൽ ഒരു വലിയ പാളിച്ച വന്നു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ആ ക്രൗഡ് കണ്ടാൽ മനസ്സിലാവും. സാക്ഷാൽ അയ്യപ്പൻ കനിഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ 4-5 മരണങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പലരും പറയുന്നത്. കൊച്ചു കുട്ടികൾ, സ്ത്രീകളൊക്കെ ഏതാണ്ട് ഈ കരൂർ നമ്മൾ കണ്ടില്ലേ വിജയുടെ റാലിക്ക്, ഏതാണ്ട് അതുപോലെ ചങ്ക് പൊട്ടി, അതായത് ശ്വാസകോശം ഇറുകി പൊട്ടി മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഭഗവാൻ ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം 4000 പേര് ഉള്ള സ്ഥലത്ത് 20,000 പേരാണ് തടിച്ചുകൂടിയത്. 4000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് 20,000 പേര്. അപ്പോൾ എത്രയാണ്? 5 ഇരട്ടി അല്ലേ? ഒരാൾ നിൽക്കേണ്ട സ്ഥലത്ത് 5 പേര് നിൽക്കുകയാണ്. അതെങ്ങനെ നിൽക്കാൻ പറ്റും? ഒരാൾ നിൽക്കേണ്ടടുത്ത് 5 പേര് നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നിൽക്കേണ്ടടുത്ത് 2 പേര് നിന്നാലും നമുക്ക് മനസ്സിലാകും ഒരാൾ ഇങ്ങനെ ഒന്ന് മാറിക്കൊടുത്തിട്ടെങ്കിലും നിൽക്കുകയാണെന്ന് നമുക്ക്, എന്നാൽ തന്നെ അത് ഇഷ്ടമാണ്. അപ്പോൾ 5 പേര് നിൽക്കുന്ന അവസ്ഥ. അപ്പം ചിലരെയൊക്കെ തള്ളി അങ്ങ് ബാരിക്കേഡിൻ്റെ ഏതിൻ്റെയൊക്കെ വെളിയിലാക്കി, അല്ലെങ്കിൽ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി ഒക്കെ, അല്ലെങ്കിൽ ഒരാളെ തോളിൽ കയറിയൊക്കെ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് പറ്റില്ല. കുട്ടികളെയൊക്കെ പലരും തോളിലെടുത്താണ് നിർത്തിയിരുന്നത്. കാരണം അല്ലെങ്കിൽ ചതഞ്ഞഴിഞ്ഞ് പോകുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. ഇത് അസാധാരണമായൊരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ശബരിമലയിലെ മോഷണത്തെക്കാൾ വലിയൊരു കുറ്റമാണ്, കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ട ഒരു വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.